ഇന്നത്തെ ദൈവശാസ്ത്ര ക്ലാസ്സിലേക്ക് ഏറ്റവും കൃത്യമായി നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദൈവശാസ്ത്രത്തിലെ പഠിതാക്കളാണ് നിങ്ങളിൽ ഭൂരിഭാഗം പേരും. തിയോളജി എന്ന ഈ ദൈവശാസ്ത്ര പഠന പരമ്പരയുടെ വിവിധ ക്ലാസ്സുകളിലൂടെ ഒത്തിരി ദൈവിക രഹസ്യങ്ങൾ, ദൈവശാസ്ത്രത്തിലെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവിക രഹസ്യം, അല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്രമെന്ന് പറയുന്ന ത്രിത്വൈക ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിനെപ്പറ്റിയുള്ള ചില ക്ലാസ്സുകൾ നാളുകൾക്ക് മുൻപ് എടുത്തതാണ്. എങ്കിലും അതിൻ്റെ ചില വിശദാംശങ്ങൾ ഈ ദൈവശാസ്ത്ര പഠനവുമായി ബന്ധപ്പെടുത്തി ഇന്ന് നിങ്ങൾക്ക് വിശദീകരിച്ച് തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസമാണ്. സഭയുടെ ആരംഭകാലം മുതൽ സഭാപിതാക്കന്മാരിലൂടെയും അപ്പസ്തോല പ്രമുഖരിലൂടെയും വിശുദ്ധ സുവിശേഷങ്ങളിലും അപ്പസ്തോല പ്രവർത്തനത്തിലും ലേഖനങ്ങളിലുമെല്ലാം നമ്മൾ ഈ തൃത്വത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ, വിശദീകരണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ദൈവം ഏകനാണെങ്കിലും ദൈവത്തിൽ മൂന്നാളുകളുണ്ട് എന്ന്, സത്തയിൽ അവിടെ നിന്ന് ഒന്നാണെങ്കിലും മൂന്ന് വ്യക്തികളുണ്ട് എന്നുള്ളത് സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണമാണ്. നിഖ്യ കൗൺസിലിലും കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിലിലുമെല്ലാം ഈ കാര്യങ്ങൾ വളരെ വിശദമായി വ്യക്തമായി സഭ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ ആകമാനം തൃത്വത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് പിതാവായ ദൈവത്തെക്കുറിച്ചും പുത്രനായ യേശുവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ചും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവ് കന്യകയുടെ മേൽ എഴുന്നള്ളി വരുമ്പോൾ പിതാവായ ദൈവം അയക്കുന്ന പരിശുദ്ധാത്മാവ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മേൽ എഴുന്നള്ളി വന്ന് പുത്രനായ യേശുവിന് ജന്മം നൽകുകയാണ്. എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിൽ ആ രക്ഷാകര രഹസ്യങ്ങൾ ആരംഭിക്കുന്നത് തന്നെ ഈ തൃത്വത്തിൻ്റെ ഒന്നുചേർന്നുള്ള പ്രവർത്തനത്തിലൂടെയാണ്. യേശുവിൻ്റെ ജ്ഞാനസ്നാന അവസരത്തിലും യേശുവിൻ്റെ രൂപാന്തരീകരണ അവസരത്തിലും അതേ തുടർന്ന് യേശുവിൻ്റെ പഠനങ്ങൾ പിതാവിനെക്കുറിച്ച് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് അവിടുന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. സംശയത്തിന് ഇടം നൽകാത്ത വിധം ഈ ദൈവിക രഹസ്യം മനുഷ്യർക്ക് മനസ്സിലാകണമെന്നുള്ള ആഗ്രഹത്തോടെ യേശു തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. ത്രിത്വൈക രഹസ്യമെന്ന് പറയുമ്പോൾ അതൊരു രഹസ്യം തന്നെയാണ്. അത് നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷേ അതിനൊരു പരിധിയുണ്ട്. ദൈവിക രഹസ്യങ്ങളെല്ലാം അങ്ങനെ തന്നെ. മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും, ദൈവത്തെ അറിയാൻ പറ്റും, ദൈവമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പ്രകൃതിയെയും അല്ലെങ്കിൽ നമ്മുടേതായ ബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ ചുറ്റുപാടും നോക്കുമ്പോൾ ഇതിൻ്റെ ഉടയവനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ നമുക്കാവുകയില്ല. പക്ഷേ ഈ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നത് പൂർണ്ണമാകണമെങ്കിൽ, ഈ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് ഗ്രാഹ്യമായിട്ട് വരണമെങ്കിൽ വിശ്വാസം ആവശ്യമാണ്. അല്ലെങ്കിൽ ദൈവിക വെളിപാട്, ആ വെളിപാടിലുള്ള നമ്മളുടെ വിശ്വാസം, അതാണ് നമ്മളെ ഈ ദൈവിക രഹസ്യങ്ങളുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക. ത്രിത്വൈക രഹസ്യത്തെക്കുറിച്ച് പറയുമ്പോഴും ഇതുതന്നെയാണ്. ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ ദൈവത്തെ അറിയുവാൻ മനുഷ്യന് സാധിക്കുകയുള്ളൂ. ദൈവം മനസ്സിലാക്കി തന്നെങ്കിലേ, ദൈവം സ്വയം വെളിപ്പെടുത്താൻ തിരുമനസ്സായെങ്കിൽ മാത്രമേ മനുഷ്യരായ നമുക്ക് ദൈവത്തെ അറിയുവാനും അനുഭവിക്കുവാനും സ്നേഹിക്കുവാനും സ്വീകരിക്കുവാനും വിശ്വസിക്കുവാനുമൊക്കെ സാധിക്കുകയുള്ളൂ. നമ്മുടെ കഴിവ് കൊണ്ട് മാത്രം അത് സാധ്യമല്ല.
ഒന്നാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ഈ ദൈവിക വെളിപാട് അത് തീർച്ചയായിട്ടും മനുഷ്യന് ആവശ്യമാണ് എന്നും ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പറയുക. അവിടെ പറയുന്നുണ്ട്, ദൈവം ഒത്തിരിയേറെ കാര്യങ്ങൾ പ്രവാചകരിലൂടെയും പിതാക്കന്മാരിലൂടെയും ഒക്കെ വെളിപ്പെടുത്തി. ആ വെളിപ്പെടുത്തൽ തൻ്റെ പുത്രനിലൂടെ പിതാവായ ദൈവം പൂർത്തീകരിക്കുകയായിരുന്നു എന്ന് ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനമാണത്. അപ്പോൾ തീർച്ചയായും നമ്മൾ ഈ ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ത്രിത്വൈക രഹസ്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ ദൈവിക വെളിപാട് ഉണ്ടാകണമെന്നുള്ളത് തീർച്ചയാണ്. മനുഷ്യന് ദൈവിക രഹസ്യത്തെക്കുറിച്ചുള്ള ആ അറിവ്, വിജ്ഞാനം അത് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ അത് ദൈവം തന്നെ സ്വയം വെളിപ്പെടുത്തുവാൻ തിരുമനസ്സായെങ്കിലേ പറ്റുകയുള്ളൂ എന്ന് കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെയാണ് പൗലോസ്ലീഹ പറയുക, ദൈവം നമുക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ. ബട്ട് ടു us God hath revealed them by his Spirit, for the Spirit searches all things, yet the deep things of God. ഈ ആത്മാവ് നമുക്ക് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി തരുന്നു. ഇത് ദൈവിക രഹസ്യങ്ങളുടെ ആഴങ്ങൾ തന്നെ മനുഷ്യന് പരിശുദ്ധാത്മാവിലൂടെ ലഭ്യമാകുന്നു എന്നാണ് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഈശോ പറയുന്നൊരു വചനം കൂടി മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 25-ാമത്തെ തിരുവചനം, മത്തായി 11:25 പറയുക, ഇത് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് ശിശുക്കൾക്ക് ആണ്, എളിയവർക്കാണ് എന്ന് മത്തായി ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ദൈവിക രഹസ്യങ്ങൾ ലഭ്യമായിരിക്കുന്നത് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് ഈശോ തന്നെ പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഈ ദൈവിക രഹസ്യങ്ങൾ ബുദ്ധിയുടെ കഴിവനുസരിച്ചോ മനുഷ്യൻ്റെ പ്രാഗൽഭ്യമനുസരിച്ചോ അല്ല, ദൈവം ഇത്, അല്ലെങ്കിൽ യേശു തമ്പുരാൻ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് വെളിപ്പെടുത്തുന്നത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. എളിയവർക്കാണ്, ദൈവത്തിൽ ശരണപ്പെടുന്നവർക്കാണ് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുക. അപ്പോൾ തീർച്ചയായും ഈ 1-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഈ പ്രമാണ ദേ ഫീലിയൂസ് എന്ന് പറയുന്ന ഈ ഡോക്യുമെൻറ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞു വച്ചിരിക്കുകയാണ്, ദൈവത്തെ അറിയണമെങ്കിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക്, അല്ലെങ്കിൽ ദൈവിക രഹസ്യങ്ങളിലേക്ക് മനുഷ്യൻ എത്തണമെങ്കിൽ ദൈവം സ്വയം വെളിപ്പെടുത്തുവാൻ തയ്യാറാകണം. റോമാലേഖനം 1-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിലും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 17-ാം തിരുവചനവുമൊക്കെ ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും ഇവിടെ ഈ ഡോക്യുമെൻറ്റിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് മനുഷ്യൻ്റെ ബുദ്ധിയെക്കുറിച്ചും മനുഷ്യൻ്റെ ചിന്താശക്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ റീസണിങ്ങിനെ കുറിച്ചുമൊക്കെ പറഞ്ഞു വച്ചിട്ടാണ് 1-ാം വത്തിക്കാൻ കൗൺസിൽ വളരെ വ്യക്തമായിട്ട് എടുത്തു പറയുക, ഈ ദൈവിക വെളിപാടുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ പൂർണ്ണതയിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തെ അറിയുവാൻ, ദൈവം തിരുമനസ്സാകുന്നില്ലെങ്കിൽ ദൈവത്തെ അറിയുവാനായിട്ട് മനുഷ്യന് സാധ്യമല്ല. ഈ ദൈവിക വെളിപാട് നമുക്ക് ലഭിച്ചിരിക്കുന്ന 3 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, എഴുതപ്പെട്ട തിരുവചനം. അതോടൊപ്പം തന്നെ അത് നമുക്കറിയാം, നമ്മൾ അപ്പസ്തോലന്മാരിൽ നിന്നും യേശുവിൽ നിന്നും ലഭിച്ച ആ ദൈവിക വെളിപാടുകൾ അപ്പസ്തോലന്മാരിലൂടെ എല്ലാവർക്കുമായിട്ട് ലഭ്യമാവുകയാണ്. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം, അല്ലെങ്കിൽ അപ്പസ്തോലന്മാരിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന യേശുവിൻ്റെ വചനങ്ങൾ എഴുതപ്പെട്ടതുണ്ട്, അപ്പസ്തോലന്മാരിലൂടെ വാമൊഴിയായിട്ട് ലഭിച്ചതുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവിക രഹസ്യങ്ങളുണ്ട്. ഇവ 3 കൂടെ ചേരുമ്പോഴാണ് ഈ ദൈവിക വെളിപാട് പൂർണ്ണമാവുക. അപ്പോൾ തീർച്ചയായിട്ടും
ഓരോ മനുഷ്യനെയും സംബന്ധിച്ചിടത്തോളം കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഈ ദൈവിക വെളിപാട് മനുഷ്യന് നൽകുവാനായിട്ട് ദൈവം തിരുമനസ്സാവുകയാണ്. രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുൻപ് തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്. രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനത്തെക്കുറിച്ച് പൗലോസ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുക. അത് രഹസ്യമായി ദൈവത്തോടൊപ്പം ഇരുന്നതാണ്. പക്ഷേ പുത്രൻ്റെ വരവോടെ, യേശുവിൻ്റെ മനുഷ്യാവതാരത്തോടെ ഈ ദൈവിക രഹസ്യം വെളിപ്പെടുത്തപ്പെടുകയാണ്. ഈ ത്രിത്വൈക കൂട്ടായ്മയെക്കുറിച്ച് ദൈവം ഏകനാണ് എന്ന്, അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസത്തിലുള്ള ഇസ്രായേൽ ജനതയുടെ, പഴയ നിയമ ജനതയുടെ ആ വലിയ വിശ്വാസം, ആ ഒരു വിശ്വാസത്തിൽ ഇസ്രായേൽ ജനം, യഹൂദജനം വളർന്നു വരുമ്പോഴാണ്, അല്ലെങ്കിൽ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ അവിടെയും ഇവിടെയും ഈ തൃത്വത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ നമുക്ക് ലഭ്യമാണ്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം, യേശു ഒരു യഹൂദനായിരുന്നു. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ അപ്പസ്തോലന്മാരും അതോടൊപ്പം തന്നെ വിശ്വാസികളിൽ ഭൂരിഭാഗം ആളുകളും ആദ്യ നൂറ്റാണ്ടുകളിൽ യഹൂദമത വിശ്വാസികളായിരുന്നു. ഈ ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ഇവരെയാണ് ഈ ത്രിത്വൈക ദൈവത്തെക്കുറിച്ച്, ദൈവം ഏകനാണെങ്കിലും ദൈവത്തിൽ മൂന്നാളുകളുണ്ട് എന്നുള്ള ഈ പഠനം സഭാപിതാക്കന്മാരിലൂടെയും സഭയിലൂടെയും ലഭ്യമാവുക. ഇവിടെ പറയുകയാണ്, ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം തിരുവചനം, അല്ലെങ്കിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 12-ാം അധ്യായത്തിൽ 29-ാം വചനത്തിൽ ഇത് എടുത്തു പറയുന്നുണ്ട്. ഏകദൈവ വിശ്വാസം, പരമസത്ത സമാനമായ മറ്റൊന്നില്ലാതെ അനന്യമായിരിക്കണം. ദൈവം ഏകനല്ലെങ്കിൽ അവിടുന്ന് ദൈവമല്ല എന്ന് തർത്തുല്യൻ പഠിപ്പിക്കുകയാണ്. ദൈവം ഏകനല്ലെങ്കിൽ അവിടുന്ന് ദൈവമല്ല. മറ്റൊന്നുകൂടി ഉണ്ടെങ്കിൽ, രണ്ടാമതൊന്നുകൂടി ഉണ്ടെങ്കിൽ ദൈവമല്ല എന്ന് സഭ പഠിപ്പിക്കുമ്പോൾ അതിനോട് ചേർന്നാണ് ഈ ത്രിത്വൈക രഹസ്യം മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് പ്രശ്നം ഉദിക്കുന്നത്. ഇത് രണ്ടും കൂടി എങ്ങനെ ഒത്തുപോകും? ഈ രഹസ്യത്തെ മനസ്സിലാക്കുവാൻ ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൂട്ടായ്മയെ, ഈ കൂട്ടായ്മയും അല്ലെങ്കിൽ ദൈവം സ്നേഹമാകുന്നു എന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്നേഹം നമുക്കറിയാം കൂട്ടായ്മയില്ല. ഒരാൾക്ക് തന്നെ സ്നേഹിക്കുക, അത് സ്വാർത്ഥ സ്നേഹമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്നത് 1, 2, 3 വ്യക്തികൾ ഒരാൾക്ക് തന്നെ പറ്റുകയില്ല. രണ്ടല്ലെങ്കിൽ 2 അതിലധികമോ വ്യക്തികൾ ഒന്നിച്ചു ചേർന്നെങ്കിലേ ആ സ്നേഹ കൂട്ടായ്മയിലാവുകയുള്ളൂ. അപ്പോൾ തീർച്ചയായും ഈ ത്രിത്വൈക രഹസ്യത്തിൻ്റെ സാങ്കത്യം നിൽക്കുന്നത് അവിടെയാണ്. ദൈവം സ്നേഹമാണെന്ന് പഠിപ്പിക്കുന്ന യോഹന്നാൻ ശ്ലീഹ, അല്ലെങ്കിൽ ബൈബിളിലുടനീളം ഈ ദൈവത്തിൻ്റെ ഈ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് നമ്മൾ കാണുക. പിതാവായ ദൈവത്തിൻ്റെ നമ്മളോടുള്ള സ്നേഹം, മനുഷ്യര് പാപത്തിൽ വീണ് നശിച്ചു പോകാതിരിക്കുവാൻ തൻ്റെ പ്രിയപുത്രനെ, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യര്, പാപം ചെയ്ത മനുഷ്യര് നശിച്ചു പോകാതിരിക്കുവാൻ തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തിൻ്റെ ആ സ്നേഹം, ദൈവത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് ഈ സ്നേഹമാണ്. ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹം അനുഭവിച്ചുകൊണ്ടാണ് മനുഷ്യരായ നമ്മൾ ജീവിക്കുക. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രകടനമായിട്ടാണ് മനുഷ്യ വ്യക്തികളായ നമ്മളൊക്കെ അനുദിനം അല്ലെങ്കിൽ അനുനിമിഷം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായും ഇവിടെ പറഞ്ഞ പഴയ നിയമത്തിൽ നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണുന്ന ഈ ഏകദൈവ വിശ്വാസം, അതിൽ അടിയുറച്ചു നിൽക്കുന്ന യഹൂദ ക്രൈസ്തവരോട് അല്ലെങ്കിൽ യഹൂദ വിശ്വാസികളോടാണ് ഈ ത്രിത്വൈക ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്താനായിട്ട് ആരംഭിക്കുക. ദൈവം സ്വയം വെളിപ്പെടുത്തുമ്പോൾ പോലും അവിടുന്ന് വാക്കുകൾക്ക് അതീതമായ രഹസ്യമായി നിൽക്കുന്നു. സെൻ്റ് അഗസ്റ്റിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം പറയുകയാണ്, നീ ദൈവത്തെ ഗ്രഹിച്ചുവോ എങ്കിൽ അവൻ ദൈവമായിരിക്കുകയില്ല. നീ ദൈവത്തെ പൂർണ്ണമായും ഗ്രഹിച്ചെങ്കിൽ, മനസ്സിലാക്കിയെങ്കിൽ നീ മനസ്സിലാക്കിയത് ദൈവമായിരിക്കില്ല. അഗസ്തീനോസ് പുണ്യവാളൻ്റെ വാക്കുകളാണ്. അദ്ദേഹം വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്.
പട്രോളജിയ ലത്തീന എന്ന് പറയുന്ന പുസ്തകത്തിൽ 38-ാമത്തെ പുസ്തകത്തിൽ 360-ാം നമ്പറിലായിട്ട് ഇത് കാണുന്നുണ്ട്. നീ ദൈവത്തെ ഗ്രഹിച്ചുവോ? പൂർണ്ണമായും ഗ്രഹിച്ചെങ്കിൽ അവൻ ദൈവമായിരിക്കില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തെ പൂർണ്ണമായും ഗ്രഹിക്കുവാൻ മനുഷ്യന് ഒരിക്കലും സാധ്യമല്ല. ദൈവത്തിൻ്റെ ഈ ദൈവിക രഹസ്യങ്ങളുടെ ഏതാനും അല്ലെങ്കിൽ സ്വല്പം മാത്രമേ മനുഷ്യരായ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്, പൂർണ്ണമായും വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ, നമ്മൾ ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായിട്ടുള്ള ഏതെങ്കിലും പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഒത്തിരി അറിവുള്ളവരുണ്ട്, അല്ലെങ്കിൽ വായിച്ചും പഠിച്ചും പല വിധത്തിൽ ഇങ്ങനെ ദൈവിക കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ തിരുവചനത്തെക്കുറിച്ചൊക്കെ ഒത്തിരിയേറെ അറിവ് നേടിയവരുണ്ട്. അല്ലെങ്കിൽ ആത്മീയതയിൽ ഒത്തിരിയേറെ ഉയർന്ന വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരുടെയൊക്കെയും അറിവെന്ന് പറയുന്നത് അഗസ്തീനോസ് പുണ്യവാളനും സെൻറ് തോമസ് അക്വിനാസുമൊക്കെ പറയുക, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇനിയും മനസ്സിലാക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധ്യം വരുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ആ വിശാലത കാണുമ്പോൾ മനസ്സിലാക്കി എന്ന് പറയുന്നു, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് അവരറിഞ്ഞത്, അവരെഴുതിയത്, അവർ മറ്റുള്ളവരുമായി പങ്കുവെച്ചത് വളരെ നിസ്സാരമായ കാര്യമാണെന്ന് ഈ രണ്ട് പുണ്യവാളന്മാരും പറഞ്ഞിട്ടുണ്ട്. സെൻറ് തോമസ് അക്വിനാസ് സഭയിലെ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞന്. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ, ഗഹനങ്ങളായ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരുപാട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞു വച്ചിരിക്കുകയാണ്, ഞാൻ ഈ എഴുതിയതും പഠിച്ചതും മനസ്സിലാക്കിയതും വെറും നിസ്സാരമാണ്. ഇനി മനസ്സിലാക്കാനുള്ള വിശാലമായ ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ എഴുതിയതും മനസ്സിലാക്കിയതും വെറും നിസ്സാരമാണ്, ഒന്നുമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുകയാണ്. അഗസ്തീനോസ് പുണ്യവാളൻ്റെ ഒരു ഉപമ, തൃത്വൈക ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചുകൊണ്ട് കടൽ തീരത്തുകൂടെ നടക്കുമ്പോൾ, കടൽ തീരത്തിരുന്ന് ആ മണ്ണിൽ ഒരു കുഴിയുണ്ടാക്കിയിട്ട് ആ കുഴിയിലെ വെള്ളം ഒരു കക്ക കൊണ്ട് കോരി അവിടെ ഒഴിക്കുന്നത് കണ്ടപ്പോൾ ചെറുപുഞ്ചിരിയോടെ അഗസ്തീനോസ് അവിടെ നിന്നിട്ട് ഈ കൊച്ചുകുട്ടിയോട് ചോദിച്ചു, നീ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ആ കൊച്ചുകുട്ടി പറഞ്ഞു, ഞാൻ ഈ കടല് വറ്റിക്കുവാനായിട്ട് നോക്കുകയാണ്. കടലിലെ വെള്ളം ഈ കക്ക കൊണ്ട് കോരി വറ്റിക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. അദ്ദേഹം ഒന്നുകൂടി ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ആ കൊച്ചിനോട് ചോദിച്ചു, ഇതെങ്ങനെ സാധിക്കും? ഇത് നടക്കുമോ? ഇത് അസാധ്യമല്ലേ? ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതല്ലേ? അപ്പോൾ ഈ കൊച്ചുകുട്ടി മാലാഹായുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഈ കൊച്ച് പറയുകയാണ്, നീ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കടലിലെ വെള്ളം വറ്റിക്കുന്നതിനേക്കാൾ വിഷമമാണെന്ന് നീ മനസ്സിലാക്കണം. ഈ ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുക. അതിലും എളുപ്പം ഈ കടലിനെ ഈ കക്ക കൊണ്ട് ഈ കടലിലെ വെള്ളം കോരി പറ്റിക്കുന്നതാണ്. അത്രയും വിശാലമാണ്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നത് അല്പം മാത്രമാണ്. കുറച്ച് കാര്യം ദൈവം വെളിപ്പെടുത്തിയതിനാൽ, അല്ലെങ്കിൽ അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതിനാൽ, അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നതിനാൽ ഈ ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് കുറച്ചൊക്കെ നമുക്ക് അറിവ് ലഭിക്കുന്നുണ്ട്. തീർച്ചയായും നമുക്കറിവുണ്ട്. മറ്റ് ചില മതങ്ങളൊക്കെ പറയുന്നത് പോലെ ദൈവത്തെക്കുറിച്ച് നമുക്കൊന്നും അറിഞ്ഞുകൂടാ, ഒന്നും മനസ്സിലാക്കാൻ പറ്റുകയില്ല എന്നുള്ള ഒരു പഠനമല്ല, ഒരു രീതിയല്ല കത്തോലിക്ക സഭ അല്ലെങ്കിൽ ക്രിസ്തീയ സഭ നമ്മളെ പഠിപ്പിക്കുക. ദൈവത്തെക്കുറിച്ച് നമുക്കറിയാൻ പറ്റും, ആ അറിവിന് പരിമിതിയുണ്ട്. പൂർണ്ണമായും മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ നമ്മളത് പൂർണ്ണമായും ഗ്രഹിച്ചാൽ അതൊരിക്കലും ദൈവമായിരിക്കില്ല എന്ന് അഗസ്തീനോസിൻ്റെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ദൈവം സ്വയം വെളിപ്പെടുത്തിയിരിക്കുന്നത് ആയിരിക്കുന്നവനായിട്ടാണ്. നമ്മൾ വിശ്വസിക്കുന്ന ഈ ത്രിയേക ദൈവം പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയ്ക്ക് വെളിപ്പെടുത്തിയത് ആയിരിക്കുന്നവനായിട്ട്, അചഞ്ചലമായ സ്നേഹവും വിശ്വസ്തതയും നിറഞ്ഞു കവിയുന്നവനായിട്ടാണ്. ഈ ദൈവത്തിൽ അചഞ്ചലമായ സ്നേഹവും വിശ്വസ്തതയും നിറഞ്ഞു കവിയുന്നു. അവിടുന്ന് സ്വയം വെളിപ്പെടുത്തുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം
6-ാം തിരുവചനത്തിൽ അവിടുന്ന് സ്വയം വെളിപ്പെടുത്തുന്നു എന്ന് ഈ പുറപ്പാട് പുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ ഉണ്മ തന്നെ സത്യവും സ്നേഹവുമാണ് എന്നുള്ളത് അവിടുന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അത് സ്വയം വെളിപ്പെടുത്തുന്നത് കൊണ്ടാണ് ഈ സത്യവും സ്നേഹവുമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അപ്പോൾ തീർച്ചയായും ദൈവത്തെ ആരാധിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ദൈവിക രഹസ്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, ഈ ദൈവിക രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി നമ്മൾ പങ്കുവെച്ചു കൊടുക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയെക്കുറിച്ച്, ദൈവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ സ്നേഹം, ദൈവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ കാരുണ്യം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉണ്മയെന്ന് പറയുന്ന ഈ സത്യവും സ്നേഹവും അതാണ് നമ്മളിലേക്ക് തള്ളി വരിക. അല്ലെങ്കിൽ തീർച്ചയായും ഈ ദൈവിക രഹസ്യം, ത്രിത്വൈക ദൈവിക രഹസ്യം നമ്മൾ വിശദീകരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിൽ നിറഞ്ഞു നിൽക്കുക ഈ ദൈവത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയാണ്. നമുക്കറിയാം, മനുഷ്യൻ എന്ന് പറയുന്നത് വലിയൊരു രഹസ്യമാണ്. അത് തന്നെ ഒരു മിസ്റ്ററിയാണ്. മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഈ ലോകത്തിലെ ജീവിതത്തെക്കുറിച്ചും അതിൻ്റെ അന്ത്യത്തെക്കുറിച്ചുമൊന്നും പൂർണ്ണമായിട്ടും നമുക്കറിഞ്ഞുകൂടാ. കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ശാസ്ത്രീയമായിട്ട്, ദൈവശാസ്ത്രപരമായിട്ട്, സൈക്കോളജിക്കലായിട്ട്, അങ്ങനെ പല വിധത്തിൽ മനുഷ്യനെക്കുറിച്ചുള്ള അറിവുണ്ട്. പക്ഷേ അത് പൂർണ്ണതയിലല്ല എന്ന് നമുക്കറിയാം. അതൊന്നും പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. അപ്പോൾ മനുഷ്യനെക്കുറിച്ച് പോലും പൂർണ്ണമായും അറിയാൻ സാധിക്കാത്ത അവസരത്തിൽ, സാഹചര്യത്തിൽ ദൈവത്തെ പൂർണ്ണമായും അറിയാം അല്ലെങ്കിൽ അറിഞ്ഞു, ഞാൻ അറിയും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന ഈ ദൈവിക രഹസ്യങ്ങൾ, പ്രത്യേകിച്ച് ഈ വിശുദ്ധ ബൈബിളിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന റിട്ടേണായിട്ടുള്ള എഴുതപ്പെട്ട ഈ ദൈവിക രഹസ്യങ്ങൾ പോലും നമ്മൾ ഓരോ ദിവസവും എടുത്തു വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ ദൈവശാസ്ത്രപരമായ കണ്ടുമുട്ടലുകൾ തീർച്ചയായും നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഓരോ ദിവസവും. അതാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ, ഈ എഴുതപ്പെട്ട വചനത്തിലൂടെയും യേശുവിൻ്റെ തിരുവചനങ്ങളിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിലൂടെയും ഈ ദൈവിക രഹസ്യങ്ങൾ അല്ലെങ്കിൽ ഈ വെളിപാടുകൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ടതാണ് എഴുതപ്പെട്ട ഈ വചനം. ഈ വചനം തന്നെ ഓരോ ദിവസവും ഓരോരുത്തരും എടുത്തു വായിക്കുമ്പോൾ, ലോകത്തിൽ ഇന്ന് 750 കോടി ജനങ്ങൾ, അവരിൽ ആരെങ്കിലുമൊക്കെ ഈ വചനം എടുത്തു വായിക്കുമ്പോൾ, ഓരോരുത്തരും ഈ വചനം വ്യാഖ്യാനിക്കുമ്പോൾ, അവർ പഠിക്കുമ്പോൾ പുതിയ പുതിയ രഹസ്യങ്ങൾ, ദൈവിക രഹസ്യങ്ങൾ അവർക്ക് ലഭ്യമാവുകയാണ്. അതുകൊണ്ട് ഇതിനൊരു ലിമിറ്റ്, ഈ ഒരു സോഴ്സിന്, ഇതിൽ നിന്നും വരുന്ന പുതിയ പുതിയ അറിവുകൾ, പുതിയ പുതിയ പഠനങ്ങൾ, അതിനൊരു പരിമിതി ഒരിക്കലും ഇല്ല എന്നുള്ളത്. അതിനെ വ്യാഖ്യാനിക്കുവാനായിട്ട്, വിശദീകരിക്കുവാനായിട്ട് പുതിയ വഴികൾ ഓരോരുത്തരും കണ്ടെത്തുകയാണ്. അപ്പോൾ ഈ ത്രിത്വൈക ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം പരിശുദ്ധ തൃത്വം എങ്ങനെ വെളിപ്പെടുത്തപ്പെട്ടു എന്നും ഈ രഹസ്യത്തെ സംബന്ധിക്കുന്ന വിശ്വാസ പ്രബോധനം സഭ എങ്ങനെ രൂപപ്പെടുത്തിയെന്നും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഐക്യലിലൂടെ പിതാവായ ദൈവം എപ്രകാരം ഈ ലോകത്തെ രക്ഷിച്ചു അല്ലെങ്കിൽ മനുഷ്യകുലത്തെ രക്ഷിച്ചു, തൻ്റെ രക്ഷാകര പദ്ധതി എങ്ങനെ ആസൂത്രണം ചെയ്തു എന്നുമൊക്കെ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നമ്മളുടെ വിശ്വാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥന ആരംഭിക്കും, പ്രാർത്ഥന അവസാനിപ്പിക്കും. മാമോദീസ മുക്കുമ്പോൾ, ഒരാളെ സഭയിലേക്ക് സ്വീകരിക്കുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമോദീസ മുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുരോഹിതൻ ഈ വ്യക്തിയെ സഭയിലേക്ക് സ്വീകരിക്കുന്നത്. അങ്ങനെ ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൂട്ടായ്മയുടെ രഹസ്യം സഭയുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രഭാഗം തന്നെയാണ്. ഈ ദൈവിക രഹസ്യം മനസ്സിലാക്കുവാനായിട്ടുള്ള പരിശ്രമത്തിലാണ് നമ്മളെല്ലാവരും. തൃത്വത്തെ മനസ്സിലാക്കുമ്പോൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും അറിയുവാനായിട്ട് നമുക്ക് സാധിക്കും. എല്ലാ ദൈവിക രഹസ്യങ്ങളും അല്ലെങ്കിൽ ദൈവശാസ്ത്രത്തിലെ എല്ലാ വിഷയങ്ങളും നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും ഈ തൃത്വത്തെ മനസ്സിലാക്കാൻ സാധിച്ചാൽ. പക്ഷേ ഇത് നമ്മുടെ ബുദ്ധി കൊണ്ട് നടക്കുകയില്ല. ദൈവം വെളിപ്പെടുത്തണം, അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കണം. നമുക്ക് തീർച്ചയായും ത്രിത്വൈക ദൈവത്തോട് എളിമയോടെ വിനയത്തോടെ പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ തന്നെ പറയുന്നത് പോലെ ശിശുക്കൾക്ക് ഈ ദൈവിക രഹസ്യങ്ങൾ
അതിൻ്റെ വലിയ ആഴത്തിൽ മനസ്സിലാക്കി കൊടുക്കുവാൻ തിരുമനസ്സായ ദൈവം നമ്മെയും ഈ ദൈവിക രഹസ്യങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞ് ദൈവിക രഹസ്യത്താൽ ആ രഹസ്യങ്ങളുടെ ചുരുള് അഴിയുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344727 2343707. ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.